ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഉറുമ്പിനോട് ചോദിച്ചു, ഒരു ദിവസം നീ എത്ര ധാന്യമണി ഭക്ഷിക്കും? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉറുമ്പുകളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ ഭാഷ അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. അവരുടെ ഭാഷ അദ്ദേഹത്തിന് നന്നായി മനസ്സിലാകും. പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായമുണ്ടല്ലോ, സൂറത്ത് നംല്, അധ്യായം ഉറുമ്പ്. ആ അധ്യായത്തിൽ സുലൈമാൻ നബിയും ഉറുമ്പുകളുമായി ബന്ധപ്പെട്ട് രസകരമായൊരു ചരിത്രം അല്ലാഹു തആല പറയുന്നുണ്ട്. അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമും പരിവാരങ്ങളും സൈന്യവും നടന്നു പോകുമ്പോൾ അവർ ഒരു ഉറുമ്പിൻ്റെ മാളത്തിൻ്റെ സമീപത്തു കൂടി നടന്നുപോയി. സുലൈമാൻ നബിയെയും സൈന്യത്തെയും കണ്ടപ്പോൾ ആ ഉറുമ്പിൻ കൂട്ടത്തിലുള്ള നേതാവ് വിളിച്ചു പറഞ്ഞു, അയ്യുഹൻ നംല് ഉദ്ഖുലു മസാക്കിനക്കും ലാ യഹ്തിമന്നക്കും സുലൈമാനു വ ജുനൂദു. സുലൈമാൻ നബിയും പരിവാരങ്ങളും വരുന്നുണ്ട്. അവരുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് അവരറിയാതെ നിങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടേക്കാം, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് മാളങ്ങളിലേക്ക് പ്രവേശിച്ച് സുരക്ഷിതരായി കഴിഞ്ഞുകൊള്ളുക എന്ന് ഉറുമ്പിൻ്റെ നേതാവ് വിളിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് ഫത്തവസ്സമല്ലാഹിക്ക, സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉറുമ്പുകളുടെ ഭാഷ നന്നായി മനസ്സിലായിരുന്നു. ഈ ഉറുമ്പിനോട് ചോദിച്ചു, ഒരു ദിവസം എത്ര ധാന്യമണി കഴിക്കും? ഉറുമ്പ് പറഞ്ഞു, ഒരു ധാന്യമണി. സുലൈമാൻ നബി അലൈഹി സ്വലാം ആ ഉറുമ്പിനെ ഒരു കുപ്പിക്കുള്ളിലാക്കി ഒരു ധാന്യമണി ആ കുപ്പിക്കുള്ളിലിട്ട് ആ കുപ്പിയുടെ അടപ്പ് നന്നായി അടച്ചു വെച്ചു. പിറ്റേ ദിവസം സുലൈമാൻ നബി അലൈഹി സ്വലാം കുപ്പി തുറന്നു നോക്കി. ആ ഉറുമ്പ് ധാന്യമണിയുടെ പകുതിയാണ് ഭക്ഷിച്ചത്. സുലൈമാൻ നബി ചോദിച്ചു, ഉറുമ്പേ, നീ ഒരു ദിവസം ഒരു ധാന്യമണി കഴിക്കുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പം എന്തേ നീ ആ ധാന്യത്തിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ? നിൻ്റെ വിശപ്പ് നഷ്ടപ്പെട്ടു പോയോ? ഉറുമ്പ് പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് ഭക്ഷണം തന്നത്, എനിക്ക് ഭക്ഷണം തരാൻ മടി വരാത്ത, ഭക്ഷണം തന്നു മടുക്കാത്ത, എന്നെ മറക്കാത്ത എൻ്റെ റബ്ബായിരുന്നു. ഇന്ന് മുതൽ എനിക്ക് ഭക്ഷണം തരുന്നത് താങ്കളാണ്. ഒരു പക്ഷേ താങ്കൾ എന്നെ മറന്നേക്കാം, എനിക്ക് ഭക്ഷണം തന്നു മടുത്തേക്കാം എന്ന്.